നമസ്കാരം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ച ജൻസി പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് പുതിയ തലവേദനയായി E20 ജനതാ പാർട്ടി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കോക്രോച്ച് ജനതാ പാർട്ടി യുവജന പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് E20 ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ കൂട്ടായ്മ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ E20 എഥനോൾ മിശ്രിതത്തിന് പകരം 100% ശുദ്ധമായ പെട്രോൾ തിരഞ്ഞെടുക്കാൻ ജനങ്ങളെ അനുവദിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഏക ആവശ്യം. സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കും തമാശകൾക്കും പിന്നിൽ ജനങ്ങളുടെ യഥാർത്ഥ അമർഷമുണ്ട്. രാജ്യത്തെ ഇന്ധന പമ്പുകളിൽ ഇപ്പോൾ E20 പെട്രോൾ മാത്രം പ്രധാനമായി ലഭ്യമാകുന്നതോടെ തങ്ങൾക്കിഷ്ടമുള്ള ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടുവെന്ന് വാഹന ഉടമകൾ പരാതിപ്പെടുന്നു. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഉപഭോക്തൃ അവകാശം തിരികെ നേടാനാണ് ഈ പുതിയ ജനതാ പാർട്ടി ലക്ഷ്യമിടുന്നത്. CJPയുടെ അതേ ട്രോൾ മീം അധിഷ്ഠിത പ്രതിഷേധ ശൈലി കടമെടുത്ത് ഇന്ധന ടാങ്കിലെ ഈ അമർഷത്തെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് E20 ജനതാ പാർട്ടി. തമാശയും ജനപിന്തുണയും ഒന്നിച്ചാൽ സർക്കാരിന്റെ പദ്ധതികളെ വീണ്ടും പിടിച്ചുലയ്ക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. സോഷ്യൽ മീഡിയയിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ ക്യാമ്പയിൻ വലിയ ജനശ്രദ്ധ നേടിയത്. എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇവരുടെ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത്. വെറും 4 മണിക്കൂറിനുള്ളിൽ 4000 ഫോളോവേഴ്സ്. ഈ പോക്കാണെങ്കിൽ നിതിൻ ഗഡ്കരിക്ക് പോലും ശ്രദ്ധിക്കേണ്ടി വരും എന്ന് E20 ജനതാ പാർട്ടി എക്സിൽ കുറിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫോളോവേഴ്സിന്റെ എണ്ണം അതിവേഗം ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാകുമെന്നാണ് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. E20 പെട്രോൾ വിതരണത്തിനെതിരെ രാജ്യതലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ, മൈലേജ് കുറയൽ, ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് വാഹന ഉടമകളും ടാക്സി ട്രാൻസ്പോർട്ട് സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4-ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ എഥനോൾ ചേർത്ത E20 പെട്രോൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവും സാങ്കേതികമായി പുരോഗമിച്ചതാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലാണ് CJP മൂവ്മെന്റ് കലാശിച്ചത്. സമാനമായ രീതിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടാണ് E20 ജനതാ പാർട്ടിയുടെ നീക്കങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എഥനോൾ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയായ സിയാൻ അഗ്രോയുടെ നേതൃസ്ഥാനത്തുള്ളത് നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയാണ്. കേന്ദ്രമന്ത്രി നയമുണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ മക്കൾ അതിലൂടെ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. പെട്രോളിൽ എഥനോൾ ചേർക്കാനുള്ള നയം ആരംഭിക്കുമ്പോൾ 40 രൂപയായിരുന്ന സിയാൻ അഗ്രോ കമ്പനിയുടെ ഓഹരി വില 1.5 വർഷം കൊണ്ട് കുതിച്ചുയർന്ന് 3600 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദീർഘമായ ഒരു കുറിപ്പ് അനുസരിച്ച് E20 ജനതാ പാർട്ടി എന്നത് ഉപഭോക്തൃ അവകാശങ്ങൾക്ക് വേണ്ടി പൗരന്മാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. മറ്റ് നിരവധി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവർ പണം കൊടുത്തു വാങ്ങുന്ന ഇന്ധനത്തിന്റെ കാര്യത്തിലും ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് അവരുടെ പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും ഫ്യൂവൽ പമ്പുകളിൽ എഥനോൾ കലർത്തിയ ഇന്ധനത്തോടൊപ്പം 100% പെട്രോളും തിരഞ്ഞെടുക്കാനും വാങ്ങാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഞങ്ങൾ സർക്കാരിനോട് സബ്സിഡിയോ സൗജന്യ ഇന്ധനമോ എഥനോൾ കലർത്തിയ ഇന്ധനം പൂർണ്ണമായി പിൻവലിക്കണമെന്നോ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് ചോദിക്കുന്നതെന്നും അവർ പറയുന്നു.